നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ഒരു 365 ഡേയ്സ് ഓഫ് 5 AM വേക്കപ്പ് ചെയ്യാന്നൊരു ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾസോ കൺസിസ്റ്റന്റ് ആയിട്ട് 365 ഡേയ്സ് വീഡിയോസ് ഇടാം ആ ഒരു രീതിയിൽ. ആൻഡ് ഇന്നേക്ക് ഓൾമോസ്റ്റ് 154 ഡേയ്സ് സംതിങ് ആയിട്ട് ഞാൻ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നുണ്ട്. രാവിലെ 5 AM എണിക്കുന്നുണ്ട്. ഞാൻ മോർണിംഗിൽ എണിക്കുന്ന സമയത്ത് ഒരു 5-5:30 ആ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ ഞാൻ സ്റ്റോറി എടുത്ത് പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പൊ ആ ഒരു ടൈം ഞാൻ എണിക്കുന്ന ആ ഒരു ടൈം കുറച്ചൊന്ന് പ്രോപ്പർ ആയിട്ട് കിട്ടാനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് അപ്പോ ഇപ്പൊ ഇത്രയും ഡേയ്സ് ആയല്ലോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന DM ആണ്. അതായത് നിങ്ങൾ ഇത്ര എപ്പോഴും ഇങ്ങനെ കൺസിസ്റ്റന്റ് ആണോ, നിങ്ങൾ എപ്പോഴും ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണോ, അങ്ങനെയൊക്കെ. ടു ബി ഓണസ്റ്റ് ഞാൻ പറയട്ടെ, അല്ല. എനിക്ക് അറിയാൻ വെച്ച് ഏറ്റവും ലേസി ആയിട്ടുള്ള പേഴ്സൺ ഞാനാണ്. ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉള്ളത് എനിക്കാണ്. ഏറ്റവും കൂടുതൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ളത് ഞാനാണ്. ദെൻ എന്തുകൊണ്ട് ഈ ഒരു ചലഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ട്രൈങ്. ബിക്കോസ് ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ അതായി തീരുന്നുള്ള കാര്യം. വാട്ട് യു റിപ്പീറ്റഡ്ലി ഡു യു വിൽ ബിക്കം ദാറ്റ്. അതായത് നമ്മൾ ഇങ്ങനെയാണ് എന്നൊരു കോൺസ്റ്റന്റ് കാര്യമൊന്നുമില്ല. ഞാൻ ഒരു മടിയനാണ്, ഞാൻ അങ്ങനെ ആണെന്നൊന്നുമില്ല. നമ്മളെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്ത് റിപ്പീറ്റഡ്ലി ഞാൻ കൺസിസ്റ്റന്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി കൺസിസ്റ്റന്റ്. ഞാൻ റിപ്പീറ്റഡ്ലി ഡിസിപ്ലിൻ ആവാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഡിസിപ്ലിൻഡ്. ഞാൻ റിപ്പീറ്റഡ്ലി ലേസി ആവാതിരിക്കാൻ ട്രൈ ചെയ്യാണെങ്കിൽ ഐ വിൽ ബി മോർ പ്രൊഡക്റ്റീവ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ആരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഇങ്ങനെ മുദ്രകുത്തി വെച്ചിട്ടൊന്നുമില്ല. നീ മടിയനാണ്, നീ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, നീ ഇങ്ങനെയാണ്. ഇത്രയും കാലം എന്തായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ നമ്മളിപ്പോ അതിന്റെ റിസൾട്ട് ആയിട്ട് ചിലപ്പോൾ കുറച്ച് മടി നമുക്ക് ഉണ്ടാവുമായിരിക്കും, കുറച്ച് ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഉണ്ടാവുമായിരിക്കും, കുറച്ച് ഡിസിപ്ലിൻ ഇല്ലായ്മ നമുക്ക് ഉണ്ടാവുമായിരിക്കും. അതിനർത്ഥം നമ്മൾ അങ്ങനെ തന്നെയാണ് എന്നുള്ള മുദ്രകുത്തി ആരും വെച്ചിട്ടൊന്നുമില്ല. നീ മാറാനേ പാടില്ല, നീ അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം. നമ്മളുടെ ഗോൾസ് മാറുമ്പോൾ, നമ്മുടെ ഡ്രീംസ് മാറുന്ന സമയത്ത്, നമ്മുടെ ഒരു വിഷൻ കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് അതിലോട്ട് എത്താനായിട്ട് ഈ പറയുന്ന ഡിസിപ്ലിൻ വെച്ചിട്ടോ ഈ പറയുന്ന ഹാർഡ് വർക്ക് വെച്ചിട്ടൊന്നും അവിടോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യും. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഡിസിപ്ലിൻ അല്ലാത്തൊരു വ്യക്തി അത്രയും ഡിസിപ്ലിൻ ആയിട്ട് മാറുന്ന ഒരു ടൈം വരും. അവൻ റിപ്പീറ്റഡ്, മറ്റുള്ളവനെ സംബന്ധിച്ചോളം അവന് എന്തായിരിക്കും, ഇവൻ അത്ര വലിയ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളൊന്നും അല്ല, അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വില ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ആ വ്യക്തി സ്വന്തമായിട്ട് തീരുമാനിക്കുവാണ് എനിക്ക് ചേഞ്ച് ആവണം എന്ന് പറഞ്ഞിട്ട് അവൻ റിപ്പീറ്റഡ്ലി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പഴയ ആ ഒരു വ്യക്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ആ ഒരു പേഴ്സൺ എവറി ഡേ ട്രൈ ചെയ്ത് അവൻ കൺസിസ്റ്റന്റ് ആവും, അവൻ ഡിസിപ്ലിൻഡ് ആവും. അവന്റെ ലൈഫിൽ ചേഞ്ച് വരുമ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക, ഈശ്വര എങ്ങനെ ഉണ്ടായിരുന്ന അവനാണ് ഇപ്പൊ ഇങ്ങനെ ആയില്ലേ എന്നുള്ള കാര്യം. അതിനർത്ഥം അവർക്ക് അറിയുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം അവൻ അങ്ങനെയായിരുന്നു അവരുടെ ഇടയിൽ. ബട്ട് അവൻ വിചാരിച്ച അവന്റെ ഹാബിറ്റ്സ് റിപ്പീറ്റഡ്ലി ചേഞ്ച് ചെയ്ത് അവൻ ആ ഒരു ഹയർ വേർഷൻ ആയിട്ട് മാറി. അത് ഇവർ കണ്ടിട്ടില്ല. നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഒരു ഇവൻ ഭയങ്കര മാറിപ്പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന ആളാ, അതിന്റെ ബോഡി നോക്കി ഇങ്ങനെയായി, ഇവന് എന്താ പറയാ ഏത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന ആളാ ഇപ്പൊ നോക്കി ഇങ്ങനെയായി. കാരണം ആ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. ഒരു പേഴ്സൺ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് ഒരു കാര്യമൊന്നുമില്ല. ഏതൊരു വ്യക്തിക്കും എന്ത് കാര്യം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ബൈ ഡൂയിങ് ദാറ്റ് തിങ് റിപ്പീറ്റഡ്ലി. That's very important. So for me also എനിക്കറിയാം ഇതൊക്കെ എന്റെ പോരായ്മകളാണ്. So I'm trying to overcome it every day. രാവിലെ 5 മണി I felt sleepy. എന്താ പറയാ, ഇപ്പൊ എനിക്ക് വർക്ക് വേറെ ഞാൻ പറയില്ലേ ക്ലയൻസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ചെയ്യാൻ എന്താ പറയാ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ കാര്യങ്ങൾ ഇല്ലാതെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങലുണ്ട്, ടു ബി ഓണസ്റ്റ്. ലൈക്ക് അപ്പൊ എന്താ പറയുക, മടി വരും. ബിക്കോസ് ഇത്രയും കാലം മടിയനായിരുന്ന ഒരു വ്യക്തി, മടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശം, ബട്ട് സ്റ്റിൽ ലേസിനെസ് എനിക്കുണ്ട്, ഡിസ്ട്രാക്ഷൻസ് എനിക്ക് വരാം, മൂഡ് സ്വിങ്സ് എനിക്ക് വരാം. അപ്പൊ അങ്ങനെ ആയിരുന്നു ഇത്രയും കാലമെങ്കിലും പെട്ടെന്ന് ഒരു നൊടിക്ക് മാറ്റാൻ പറ്റുന്നല്ല പറയണേ. ദാറ്റ്സ് വാട്ട് ഐ സേ, വാട്ട് യു ഡു റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യും. മറ്റേ ഒരു നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യം റിപ്പീറ്റഡ്ലി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 100% കൺസിസ്റ്റന്റ് ആവാൻ പറ്റില്ല. ഒരു 1 വീക്ക് ചെയ്യാൻ വന്നോ 2 ദിവസം ബ്രേക്ക് വരും, അഗെയിൻ റിപ്പീറ്റ് ചെയ്യാൻ. ബട്ട് യു ആർ ട്രൈങ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. യു ആർ ട്രൈങ് ടു ബിക്കം യുവർ ബെസ്റ്റ് വേർഷൻ. ട്രൈങ് റിപ്പീറ്റഡ്ലി നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ബിക്കം ദാറ്റ് വൺ ഡേ ഫോർ ഷുവർ. സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഞാൻ ഈ ചാലഞ്ച് ചെയ്യുന്നത് കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. എന്റെ ആ ഒരു മടി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസി, അത് ഓവർകം ചെയ്യുക. ഈ ഒരു ത്രൂ റിപ്പീറ്റഡ്ലി ഞാനിത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ബ്രെയിനിന് ഈസിയാണ്, ഇന്ന് എഴുതിയിലും കുഴപ്പമൊന്നുമില്ല, ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനായിട്ട്. ബട്ട് ഞാൻ ഇന്നിപ്പോ 66,000 ആൾക്കാരുടെ ഇടയിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇതില്ലേ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുക, അത്രയും ആൾക്കാർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ദർ ഈസ് സംതിങ് ദാറ്റ് ഐ എം ഡൂയിങ്, അല്ലെ, സംതിങ് ദേ ആർ ഗെറ്റിംഗ് ത്രൂ മൈ അക്കൗണ്ട്. അപ്പൊ ഞാനതൊരു പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. കമ്മിറ്റ്മെന്റ് ഉണ്ട്, ടു ബി ഓണസ്റ്റ്, അത്രയും ആൾക്കാരോട്. മീൻസ് ഞാനത് പോസ്റ്റ് ചെയ്യുന്ന എന്റെ ഒരു ജേർണി കാണാനായിരിക്കും പലരും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. സോ ഐ വിൽ ബി, എനിക്ക് അവരോട് ഒരു കമ്മിറ്റ്മെന്റ്, ഞാൻ ഇടുന്ന വീഡിയോസും എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു ജേർണിയോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത്
എന്റെ ഒരു എസ്കേപ്പ് ആവാനുള്ള ഡോർ ക്ലോസ് ചെയ്യാനായിട്ടാണ് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ വീഡിയോസ് ഈ ഒരു ജേർണിയുടെ വീഡിയോസ് എടുത്തിടാൻ തുടങ്ങി. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ആവണം. റിപ്പീറ്റഡ് നമ്മൾ ഇത്രയേ ഉള്ളൂ, റിപ്പീറ്റഡ്ലി നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ആയാൽ നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് മാറും. യു വിൽ ബിക്കം, അതാണ് നമ്മുടെ ലോവർ വേർഷൻ നമ്മുടെ ഹയർ വേർഷൻ റീച്ച് ചെയ്യാന്ന് പറയില്ലേ. ഹൗ? ബൈ ഡൂയിങ് ദ തിങ്സ് റിപ്പീറ്റഡ്ലി. ആ ഒരു ഹയർ വേർഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ബട്ട് സ്റ്റിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്ത് ഓട്ടോമാറ്റിക്കലി വി വിൽ ബിക്കം ദാറ്റ് ഹയർ വേർഷൻ. സോ എന്താ പറയാ, അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് വേ വേണമെങ്കിലും എടുക്കാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത ഏത് വേ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് എസ്കേപ്പ് ആവാനുള്ള ഡോർ ക്ലോസ് ചെയ്തു. സോ ത്രൂ ദാറ്റ് എനിക്ക് റിപ്പീറ്റഡ്ലി എനിക്ക് ആ ഒരു ആക്ഷൻസ്, അതായത് എന്റെ ഒരു മടിനെ ഓവർകം ചെയ്ത് എന്റെ കുറച്ചൊരു കൺസിസ്റ്റൻസി കൂട്ടി കുറച്ച് ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 360 ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബിക്കം ദാറ്റ് ഹയർ വേർഷൻ ഓഫ് മൈ സെൽഫ് ഫോർ ഷുവർ. സോ ദാറ്റ് ഇസ് എ തിങ്. നിങ്ങൾക്കും എന്തൊരു കാര്യം ഇങ്ങനെയാണ് എന്നൊന്നുമില്ല. ഒരു വെള്ളത്തിനെ പോലെയാണ് നമ്മളെല്ലാവരും. ഏത് പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിനനുസരിച്ച് ഇതാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വേർഷൻ ഇഷ്ടമല്ല, നിങ്ങളുടെ കൈൻഡ് ഓഫ് ഒരു മടിയുണ്ട്, കുറച്ച് ലേസിനെസ്, വാട്ടർ ഇഫ് ഇറ്റ് ഈസ്, അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന്റെ ഓപ്പോസിറ്റ് വേർഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ യു വിൽ ബിക്കം ദാറ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, ഹയർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.